അപ്പോൾ നമുക്ക് 9 മണിക്കാണ് പോകാൻ പറഞ്ഞത്. നമ്മൾ ഭയങ്കര ലേറ്റായി. അപ്പോൾ ഇന്ന് ഈ ഫുള്ളും സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകട്ടാ. ഇത് കണ്ട ഞാൻ പാർക്ക് ചെയ്ത സ്ഥലം കണ്ട. ഇത് ശരിക്കും ഒരു പക്കാ തമിഴ്നാട് ലുക്കാണ്. ഇതൊന്നും ചൈന എന്ന് ആരും പറയില്ല. കാരണം ചൈനയുടെ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ വന്നാലും ഇത് ശരിക്കും ഒരു ഇന്ത്യ തന്നെയാണ്. മുംബൈ, ഡൽഹി അങ്ങനെയെല്ലാം തോന്നുന്ന ഏരിയകളാണ് ഈ സ്ഥലങ്ങളെല്ലാം. ഇത് നമ്മൾ പാർക്ക് ചെയ്യാൻ ഇവിടെ ഭയങ്കര പൈസ. ഒരു പ്രാവശ്യം പാർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 500 രൂപ കൊടുക്കണം. അപ്പം ഞാൻ 2 ദിവസം അങ്ങനെ പാർക്ക് ചെയ്തു. ഫുൾ ടൈം ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്താൽ നമുക്ക് ഫുൾ എടുങ്ങാറായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറേ ഉള്ളോട്ട് വന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം കിട്ടിയത്. ശരിക്കൊരു പക്ക തമിഴ്നാട്ടിലെ ഏതോ ഒരു എന്താ പറയുക ഗ്രാമത്തിൻ്റെ ഉള്ളിൽ പോയ പോലെ ഉണ്ട് ഈ ഒരു ഏരിയ കാണാൻ. ശരിക്കും ഒരു എന്താ പറയുക ഏതോ ഒരു വീടിൻ്റെ എല്ലാം ബേക്കേപ്പുറം പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ വണ്ടി ഒന്ന് തിരിക്കട്ടെ. നമ്മൾ ബേക്കിലൊരു വണ്ടി. പിന്നെ ഇതാ ഫുൾ സ്കൂട്ടറാണ്. എല്ലാം EV സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ശരിക്കും നമുക്കൊരു ഇന്ത്യൻ്റെ ഒരു വൈബ് കിട്ടും. അതായത് ഈ മുംബൈ, ഡൽഹി, ബാംഗ്ലൂരെല്ലാം പോകുന്ന ഒരു ചെന്നൈ, കേരളത്തിലെല്ലാം പോകുന്ന ഒരു ഫീല്. നമ്മളത് പിന്നെ പെട്രോൾ ബൈക്കാണെങ്കിൽ ഇവരത് ഇങ്ങനത്തെ EV ബൈക്സാണ്. നല്ല സുഖം ഈ വണ്ടി ഓടിക്കാൻ. ഭയങ്കര സൈലൻറ്റുമാണ്. അത്യാവശ്യം സ്പീഡിൽ പോവുകയും ചെയ്യും. പക്ഷേ ലോങ് ഒന്നും കൊണ്ടാകില്ല. കുറച്ച് കിലോമീറ്റർ. ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഇതാ ഉപയോഗിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാണല്ലോ. വല്ലാത്തൊരു സ്ഥലത്താണല്ലോ വെച്ചിട്ട് വണ്ടി തിരിക്കുന്നത്. മോനെ പോലെ അടക്ക്. ഇവർ പിന്നെ റിവേഴ്സ് എടുക്കുന്നതിനും പിന്നെ ഇവർക്ക് മുന്നോട്ട് കണ്ട ആ പെണ്ണത് എത്ര കൂളായിട്ടാണ് ബൈക്ക് എടുത്തിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ വളച്ചെടുത്ത്. ഓക്കെ ഇതുണ്ടോ നമ്മളെ നാട്ടില് ഗുഡ്സ് വരെ ഉണ്ട് ഇടാം. പക്ഷെ എല്ലാം EV ആയിരിക്കും. രാവിലെ തന്നെ ആൾക്കാർ വേസ്റ്റിന്റെ സംഭവമല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേസ്റ്റ് എല്ലാം എടുത്ത് കൊണ്ടുവന്നോ. നമ്മൾ കുറേ സ്ഥലത്ത് കോൺസുലേറ്റിലും പറയുന്ന പോലെ കുറേ എംബസിയിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ ആദ്യം നമ്മൾ ഒരു കോൺസുലേറ്റിൽ പോവാണ് ഗോങ്ഷോയിൽ. ഞാൻ ബീജിങ്ങിലുള്ള സമയത്ത് അവിടെ നമുക്ക് എംബസിയിൽ നിന്ന് മെയിൽ വന്നിട്ട്. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ ബീജിങ്ങിൽ നിന്ന് ഷങ്ങായി അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ മാറി പോകുമല്ലോ. അപ്പോൾ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ഇതുണ്ട ഇതൊരു പക്ക ഒരു ബാംഗ്ലൂർ വൈബ് തന്നെയല്ലേ. ഇവിടെ ശരിക്കും ഒരു എനിക്ക് ശരിക്കും ബാംഗ്ലൂരായിട്ട് തന്നെ തോന്നല്. ഇതൊരിക്കലും ചൈനയായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഇങ്ങനത്തെ വണ്ടികളെല്ലാം കാണുമ്പോൾ നമ്മൾ ചൈനയിലാണല്ലോ ഉള്ളതെന്ന് തോന്നുന്നത്. അയാൾ പിന്നെ സൈക്കിൾ ഇവിടെ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞ് EV സ്കൂട്ടേഴ്സും സൈക്കിളാണ്. അതാണ് ഇവിടെ. പിന്നെ ഇവർക്ക് ഈ സൈക്കിൾ ഓടിക്കാൻ വേറെ തന്നെ ലൈൻ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. പിന്നെ റോഡെല്ലാം കാണാനും വേറെ തന്നെ രസമാണ്. അധികവും ഫ്ലൈ ഓവേഴ്സാണ്. ഇവരെ കുറേ ഫ്ലൈ ഓവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുറേ ട്രാഫിക് അങ്ങനെ കൺട്രോൾ ചെയ്യും. പിന്നെ നമ്മളെ പോലത്തെ ലോ ഫ്ലോർ ബസ്സും കാര്യങ്ങളും അത് വേറെയുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ എന്തെല്ലാമാണോ ട്രാൻസ്പോർട്ട് ഉള്ളത് അതുതന്നെയാണ് ചൈനയിലുള്ളത്. പിന്നെ ഒരിക്കലും മെട്രോ, പിന്നെ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതുണ്ടോ ബസ്സെല്ലാം പക്ക നമ്മളെ ഒരു ഇന്ത്യൻ ടച്ച് തന്നെയാണ്. ഇന്ത്യൻ ലീഡിങ് സിറ്റീസ്, മെട്രോ സിറ്റീസ് ഈ ഹൈദരാബാദെല്ലാം പോലെ തോന്നിക്കുന്ന പോലെയാണ് ചൈനയിലെ ഓരോ ഇതുപോലത്തെ സിറ്റികളും. രാവിലെ തന്നെ ഒന്ന് എല്ലാം ഓണായിട്ടേ ഉള്ളൂ. സമയം 8:30 മണിയാണ്. 8:30 മണിക്കുള്ള ഒരു മോർണിംഗ് കാഴ്ചയാണിത് ചൈനൻ്റെ. ഇതുണ്ടാ ഷിയോമിൻ്റെ ഫോണില്ല, ആ ഫോണിൻ്റെ കാറത് ഭയങ്കര കോപ്പിയാണ്. പക്ക ഒരു പോഷേ ലുക്കാണ്. പക്ഷെ ഇവരെല്ലാം എന്ത് വണ്ടിൻ്റെയും പോലത്തെ കോപ്പി. നമുക്കത് വേറൊരു ബ്രാൻഡായിട്ട് തോന്നും. അത് നമ്മളെ കുഴപ്പമാണോ ചൈനക്കാരെ കുഴപ്പമാണെന്ന് അറിയില്ല. ഇതുണ്ട് ഇതെല്ലാം EV ആണ്. നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ പച്ച കളറിലുള്ള വണ്ടികൾ മുഴുവൻ EV ആണ്. ഇപ്പം പോയ വണ്ടികളെല്ലാം ചൈനീസ് മെയ്ഡാണ്. ഉണ്ടാ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. സ്കൂട്ടർ തന്നെ നമുക്കൊന്ന് പല വേർഷനിൽ അവർ ഇറക്കിയിട്ടുണ്ട്. ഒരു ടൈപ്പ് മാത്രമൊന്നുമല്ല, പല കോലത്തിൽ സ്കൂട്ടർ അവർ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം ചൈനീസ് കാറുകളായി. നമ്മൾ ലെഫ്റ്റിൽ കാണുന്ന ഈ വൈറ്റ് കളർ. പക്ഷെ നമുക്കത് വായിക്കാൻ പറ്റില്ല. ഇവരെ ലോഗോ മാത്രമേ ഉള്ളൂ. ഇവരെ ലാംഗ്വേജിൽ ഇവരധികവും വണ്ടീൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ആ പേര് വായിക്കാൻ നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ഇത് എവിടെയെല്ലാം എത്തിയാൽ ഇങ്ങനത്തെ ഓരോ ഫ്ലൈ ഓവറിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ ശരിക്കും നമുക്കൊരു ഇന്ത്യൻ ഫീലാണ്. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇത് വേറൊരു സ്കൂട്ടർ. ഇത് ഭയങ്കര കുഞ്ഞിയാണ്. ഇത് ശരിക്കും നിലത്തിൽ ഇരുന്നിട്ട് പോകുന്ന പോലെ ഉണ്ടാവും, അത്രക്കും താണിട്ടുണ്ടാവാറ്. എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നതും സ്കൂളിൽ പോകുന്നതിന്, സ്കൂൾ ഓൾറെഡി 6 മണിക്കായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദുബായ് പോലെ തന്നെ. വർക്കിന് പോകുന്നതിന് തിരക്കാന്ന് എല്ലാവരും. അധികവും പ്രായമുള്ള ആൾക്കാരാട്ടോ ചൈനയിൽ. എനിക്ക് തോന്നുന്നത് ഒരു 50, 70, 80% എല്ലാം പ്രായമുള്ള ആളുകളാണ് ചൈനയിൽ കൂടുതൽ. ഇവർക്ക് ഈ യൂത്ത് കുറവാണ്. ഇവർ ഇതിന് മുമ്പ് ഒരു വീട്ടിൽ 2 കുട്ടികളെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളാണ് അത് ചേഞ്ച് ആയത്. അതായത് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്കൂളിൽ ഫീസ് കൂട്ടലും ഫീസ് അടക്കലും അങ്ങനെയല്ല. ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര കൺട്രോളിങ് ആയിരുന്നു. കാരണം ആദ്യം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈന ആണല്ലോ. ഇപ്പം അല്ലാതെ ഇന്ത്യയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ 70%ഓളം പ്രായമുള്ള ആൾക്കാരാണ് ഉള്ളത്. ഇവർക്ക് അങ്ങനെ യൂത്ത് ഇല്ല. യൂത്ത് ഇനിയിപ്പോൾ അവർക്ക് ബൂമിങ് ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് യൂത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ സ്കീമെല്ലാം മാറ്റി ഇപ്പോൾ അവർക്ക് 4 കുട്ടികൾ 5 കുട്ടികളാക്കാന്നെല്ലാം പുതിയതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതിലൂടെ പോകുമ്പോൾ പക്കാ നമ്മൾ ഒരു ഇന്ത്യൻ റോഡിലൂട്ട് തന്നെ പോകുന്നൊരു ഫീലാണ്. ഇങ്ങനത്തെ ഓരോ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലൂട്ടെല്ലാം പോകുമ്പോൾ തോന്നാൻ. ബീജിൻ എന്നാണ് ഈ വണ്ടിൻ്റെ പേര്. പിന്നെ നമ്മൾ ഇതുവരെ പോയ രാജ്യങ്ങൾ പോലെ അല്ല കേട്ടോ ചൈന. ഇവിടുത്തെ ട്രാഫിക് കുറച്ചൊരിതാണ്, നമുക്ക് അങ്ങനെ തിരിയൂല ഏതിലൂട്ടി എന്തിലൂട്ടെ കയറണ്ടേ പിടിക്കണ്ടേ എന്നുള്ളത്. പിന്നെ ഒരു ഫ്ലൈ ഓവർ കയറിപ്പോയാൽ അങ്ങ് ഇന്ത്യയിലെത്തിയിട്ട് നമുക്ക് വളച്ചിട്ട് കയറാൻ പറ്റും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഒരേ റൂട്ടിൽ 4-5 വരികളുണ്ടാവും. നമുക്കിപ്പോഴൊരു യൂട്ടേൺ എടുക്കാനുണ്ട്. നമ്മൾ യൂട്ടേൺ എടുക്കാൻ വേണ്ടി പോകുന്ന പൻഫു ഇൻ്റർ ചാർജ് എന്നെല്ലാം പറഞ്ഞിട്ട് തന്നെ ബ്രിഡ്ജിൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. യൂട്ടേൺ എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഈ ലൈന് പിടിച്ച് വരണം. നമ്മളിപ്പോൾ ഫ്ലൈ ഓവർ കയറി പോയെങ്കിൽ നമ്മൾ അങ്ങ് വേറൊരു സിറ്റിയിൽ പോയിട്ട് വേണം തിരിച്ചു വരാം. ഇന്നലെ ഞാനൊരു ഫ്ലൈ ഓവർ വിട്ടുപോയിട്ട് ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തേക്ക് പോയത് കേട്ടോ. അത് ഭയങ്കര ഇടങ്ങാറായി പോയി. ഇതാണ് യൂട്ടേൺ. ഇന്നലെ അപ്പുറത്തോട്ട് പോയിട്ട് അതാണ് എനിക്ക് എൻ്റെ സാധനം തട്ടുമോ എന്നാണ്. തട്ടൂലായിരിക്കും അല്ലേ. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഈ ടെൻറ്റിൻ്റെ പ്രശ്നം ഏതാ? തട്ടൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തട്ടിയാ? ഈ മോള് ടെൻറ്റിലുണ്ട്. ഇല്ല, തട്ടൂലെന്ന് ഇരിക്കാം. ഓക്കെ. അധികം മാളിലെല്ലാം പോയാലും ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. തുറക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം പൈപ്പ് കൊണ്ട് തട്ടിയിട്ട് വീണ്. ഞാൻ അത്യാവശ്യം ചില ഹൈറ്റിലൊന്നും ഈ സാധനം പോകില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതുണ്ട ഫുള്ള് കുറേ ചെടികൾ തന്നെ ഉണ്ട്, പൂക്കൾ തന്നെ ഉണ്ട്. നമ്മൾ ഷങ്ങായിൽ പോയ സമയത്ത് അവർ ഈ മെട്രോൻ്റെ ബ്രിഡ്ജിൽ എത്രയോ കിലോമീറ്ററോളം അവർ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് എത്ര കിലോമീറ്ററോളം വെക്കാന്നറിയാം. ഒന്നൊന്നല്ല, 10, 12, 20 എത്രയാണോ അവർക്ക് ആ ബ്രിഡ്ജ് നീളം അത്രയും സ്ഥലത്ത്. ഞാൻ ഇത്രയും പൂക്കൾ വെച്ചിട്ട് വേറൊരു ബ്രിഡ്ജൊന്നും കണ്ടില്ല. ദുബായ് എല്ലാം ബ്രിഡ്ജെല്ലാം ഉണ്ട്, പക്ഷേ ഇവർ ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലിയാണ്. ഇവർ മരങ്ങളൊന്നും മുറിക്കില്ല. എവിടെ നോക്കിയാലും വലിയ മരങ്ങൾ കൊണ്ടുവന്നിട്ടാണ് കുഴിച്ചിടുക. അപ്പോൾ അക്കാര്യത്തിൽ ചൈന ഒരു സംഭവം കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് ഭയങ്കര ഇന്ത്യയായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ടണലെല്ലാം ക്രോസ് ചെയ്യുമ്പം ടണലിൻ്റെ മുകളിലെല്ലാം ഫുള്ള് പുല്ലായിരിക്കും. പുല്ലെന്ന് വെച്ചാൽ ആ മരങ്ങൾ അവിടെ വെച്ചിട്ടാണ് ടണൽ ഉണ്ടാക്കുക. സാധാരണ ഇപ്പോൾ ഇറാനിലെല്ലാം പോയാൽ മുകളിലത്തെ ടണലെല്ലാം അപ്പോൾ ചെത്തിയെടുത്ത് മരങ്ങളെല്ലാം ചെത്തിയെടുത്തിട്ടില്ല അവരുണ്ടാക്കുക. പക്ഷേ ഇവരങ്ങനല്ല. ഇവർ അതിൻ്റെ മുകളിലുള്ള എല്ലാ ചെടികളും വെക്കും. ഇനി വേണമെങ്കിൽ കുറച്ച് ചെടികൾ കുഴിച്ചിടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു
ഇതാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്. ഇതെല്ലാം കാണുമ്പം പിന്നെ നമുക്ക് ബാംഗ്ലൂർ അല്ലാണ്ട് വേറെ എന്താ പറയണ്ടേ, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി ഒന്നും അല്ലാണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ചൈനയിലെ ഒരു രാജ്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതുണ്ട് ഈ ഓരോ ഭാഗത്തു നിന്നെല്ലാം ഇങ്ങനെ വണ്ടികളെല്ലാം പാനും കയറും. എങ്ങനെ വേണമെങ്കിലും ഇതിലൂട്ടെല്ലാം പോവാം. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഡ്രൈവ് ചെയ്യണം. അതാണ് ചൈനൻ്റെ ഒരു പ്രത്യേകത. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പപ്പു പറഞ്ഞ പോലെ ആയിട്ടുണ്ടെങ്കിൽ തീരും നമ്മളാരും. ഇതാ ഈ ലെഫ്റ്റ് ലൈനിൽ കയറിയാൽ വെറും ലെഫ്റ്റും യൂ ടേൺ മാത്രമേ കിട്ടൂ. നേരെ പോകണമെങ്കിൽ ഇതിൽ തന്നെ കയറണം. ചൈന ഇങ്ങനെ വെറുതെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഇതിലൂടെ അങ്ങ് നടന്നാൽ മതി. ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു രാജ്യമാണ് ചൈന. ഞാൻ ഇത്രയും സ്ഥലത്ത് പോയിട്ട് എല്ലാ ഭാഗങ്ങളിലും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. എപ്പോഴും എനിക്ക് ഇവിടെ വന്ന മുതലേ ഒരു 10-15 ദിവസമായി വന്നിട്ട്, വന്ന ദിവസത്തിലെല്ലാം ഇതിങ്ങനെ ഫീൽ ചെയ്യും. ഇത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം. അവളെ ജനങ്ങളും ഭയങ്കരമാണ്. ട്രാഫിക് ഓണായിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോകരുത്. നമ്മളെ വഴി അവിടെ ജസ്റ്റ് ഒന്ന് ഷേക്കായി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എടുത്തത് കേട്ടോ. ഇങ്ങനെ വരാൻ പാടില്ല, നമ്മൾ നേരെ വരാൻ പാടുള്ളൂ. പക്ഷേ അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു, അയാൾ കൈ കൊണ്ട് കാണിച്ചു ഓക്കെ കുഴപ്പമില്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഇതുണ്ടാ, ഇവരെ ഫുള്ള് വയസ്സന്മാരാണ് ഈ നാട്ടിലുള്ള. ഇവർക്ക് യൂത്ത് കുറവാണ്. ഇതൊക്കെ ഇത് സ്റ്റാർട്ടായില്ല, പോകാൻ പറ്റും. നല്ല ആരോഗ്യമാട്ടോ ഇവർക്ക്. നമ്മളെപ്പോലെ ഒന്നുമല്ല. നമ്മൾ 40 വയസ്സാണ് നമ്മൾ ഒരു സൈഡാക്കും. പക്ഷേ ഇവർ 100 വയസ്സിൽ നല്ല ഉഷാറിൽ നടക്കാം. അത്രക്കും വെജിറ്റബിൾസും മറ്റുള്ള സാധനങ്ങളും ഇവർ തിന്നും. പ്രായമുള്ള ആൾക്കാർ നടന്നു പോകുമ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ കുറേ ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൻ്റെ അടിയിലൂട്ട ഇങ്ങനെ കുറേ 4-5 വരികൾ, 4-5 ഏകദേശം 2, 4, 6, 8, 10 വരി ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. ഇത് പലതും പല റൂട്ടിലേക്ക് പോകുന്നതാണ്, ഡയറക്റ്റ് ഒറ്റ സ്ഥലത്തേക്ക് പോകുന്നതല്ല കേട്ടോ. നമുക്കിനി കുറേ മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് എടുക്കണം. പിന്നെ ഈ ടെമ്പോ വേനും ട്രക്കെല്ലാം കാണുമ്പോൾ സെയിം ഇന്ത്യയിലെ പോലെ തന്നെയാണ്.
ഇഷ്ടംപോലെ ആളുകൾ വന്ന് ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഫുള്ളും ആഫ്രിക്കൻസാണ് കൂടുതലുള്ളത്. അവരെല്ലാ പ്രൊഡക്റ്റും ഇവിടുന്ന് എടുത്തുകൊണ്ട് അവരെ ആഫ്രിക്കൻസ് മാത്രമല്ല, ഇന്ത്യൻസ് അങ്ങനെ എല്ലാ രാജ്യത്തിലെ ആളുകൾ വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവുവിനേക്കാളും ഒരു വലിയൊരു സംഭവമാണ് ഗോങ്ഷോ. ഇവു പിന്നെ ഭയങ്കര ചെറിയൊരു സ്ഥലമാണ്, അവിടെ അത്ര ഒരു ഡെവലപ്പിംഗ് വരുന്നേ ഉള്ളൂ. പക്ഷേ ഗോങ്ഷോ അങ്ങനെയല്ല കേട്ടോ. ഇതൊരു ഇതെന്താ പറയണ്ട, ഇത് ഏറ്റവും ലോകത്തിലെ ആൾക്കാർ എന്താ പറയണ്ട ഈ ചൈനയിൽ വന്നിട്ട് പിന്നെ ട്രേഡിങ് ചെയ്യാനും അതിനും കാര്യത്തിനും എല്ലാം കൂടി വരുന്നൊരു സ്ഥലമാണ് ഇത്. കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറേ ബ്രിഡ്ജുകളും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി, ഭയങ്കര വലുതാണിത് ഗോങ്ഷോ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം. ഇതുണ്ട ഓരോ സ്ഥലത്തു നിന്നാണ് ഇത് വളയം തിരിയെല്ലാം ചെയ്യുന്നത്. ഈ റോഡ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ? നമുക്കൊരു ഇന്ത്യൻ ഫീൽ കിട്ടുന്നില്ല ഈ റോഡിൽ കാണുമ്പോൾ. എനിക്കൊന്ന് ഗൾഫിൽ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്കൊരു ഭയങ്കര കുറേ ഇന്ത്യൻസും മലയാളീസെല്ലാം ഉള്ളൊരു സ്ഥലമാണ് ചൈന. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നാട് മിസ് ചെയ്യുന്നില്ല ശരിക്കും, അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട്. ഇതണ്ട വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് കിട്ടി. ബ്രിഡ്ജിൻ്റെ മുകളിൽ കണ്ട ഫ്ലവേഴ്സ് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ. In about 5 kilometers, exit left onto Yangpu Road toward Guangdian East Road. നമ്മൾ നേരത്തെ കണ്ട ഫ്ലവർ ഇത് എവിടെ വരെ എത്തിയിട്ടാ? നമുക്കൊരു റൗണ്ട് ബോട്ട് കിട്ടിയല്ലോ. റൗണ്ട് ബോട്ടല്ല, ഇതൊരു സ്ട്രൈറ്റ് റോഡാണ്. സിഗ്നൽ ഓണാണ്. സിഗ്നൽ ശ്രദ്ധിക്കണം. ഞാൻ അധിക സ്ഥലത്തും എന്നോട് പെട്ടെന്ന് കാണാണ്ടായി പോകുന്ന സാധനം സിഗ്നൽ. തുർക്കിയിൽ നിന്ന് അങ്ങനെ ഒരു സിഗ്നൽ പിന്നെ എന്താ പറയുക ക്രോസ് ചെയ്തിട്ട് നല്ല ഫൈൻ കിട്ടി. ഏകദേശം നാട്ടിൽ 2000 രൂപ കിട്ടി. ഈ ചിലപ്പോൾ നമുക്ക് ഈ സാധനം ഇല്ലേ പെട്ടെന്ന് അങ്ങനെ ഭയങ്കര മുകളിലേക്ക് നമ്മളങ്ങനെ നോക്കാത്തതുകൊണ്ട് കിട്ടൂല. ഇതിപ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണോ പോകേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലാണോ പോകേണ്ടതെന്നൊരു സംശയമായിപ്പോലോ. ഇതായിരിക്കാനുള്ള സാധ്യത. ഇതെവിടത്തേക്കാണ് പോകുന്നത്? നോക്കിയാട്ടെ ഈ ഫ്ലവറിൻ്റെ ഇടയിലോട്ട് പോകാൻ എന്താ രസം. എൻ്റെ മോൻ ഇത് ഭയങ്കര സ്റ്റൈലാണല്ലോ ഇത്. ആ ടവർ രാത്രിയിൽ ഫുള്ള് ലൈറ്റ് ഇടും. ഭയങ്കര രസമാണ്. നമ്മൾ ഇന്നലെ രാത്രിയിലൂടെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുള്ള് നേരെയാണ് പോകേണ്ടത്. നേരാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു തന്നെ എടുക്കണം, ഫ്ലൈ ഓവർ തന്നെ എടുക്കണം. ചൈനയുടെ ഫ്ലൈ ഓവറിനെ കൊണ്ട് രക്ഷയില്ല അല്ലേ? നോക്ക് എത്രയാ ഫ്ലൈ ഓവർ. ഏതെങ്കിലും ഒരുത്തരും കണ്ണു കൂട്ടിയില്ലെങ്കിൽ നേരെ താഴായിരിക്കും. പിന്നെ തീർന്നു അവൻ്റെ കാര്യം. ഗോങ്ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ഇത് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ബീജിംഗ് ഒന്നുമല്ല. ബീജിംഗ് എല്ലാം ക്യാപിറ്റലാണെങ്കിലും ഗോങ്ഷോ ആണ് ഭയങ്കരമായിട്ടൊരു ഡെവലപ്പിങ്ങും ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സിറ്റി. ഷങ്കായി പിന്നെ വേറെ തന്നെയാണ്. അത് പിന്നെ ഫുള്ളും സ്കൈ കീപ്പേഴ്സ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ അമ്പരചുംബികളായ ബിൽഡിങ്സ് ഉള്ളൊരു രാജ്യമാണ്, ഒരു സ്ഥലമാണ്.
പക്ഷേ ഇത് എന്ന് വെച്ചാൽ കുറേ ഫ്ലൈ ഓവറും ഇങ്ങനത്തെ ബ്രിഡ്ജുകളും അതുകൊണ്ട് തന്നെ കുറേ റൗണ്ട് ഇറങ്ങിപ്പോകുന്ന കുറേ റോഡുകളും അങ്ങനെ പല കോലത്തിലുള്ള സംഭവങ്ങൾ. നല്ല ഡ്രോണെല്ലാം വൃത്തിയാക്കുന്ന ശരിക്കും മനസ്സിലാവും ഈ റോഡെല്ലാം എങ്ങനെ പോകുന്നതെന്നുള്ളത്. ലുഹു റോഡ് നമുക്ക് പോകേണ്ട നേരെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത് ഈ ഒരു നടുക്കുള്ള മിഡിൽ റോഡ് പിടിക്കും. ഈ വലത്ത് റോഡ് കയറിയാൽ റൈറ്റിലേക്ക് പോകും. ഈ വീഡിയോ ഈ എപ്പിസോഡ് മുഴുവനും ഗോങ്ഷോയിലെ റോഡാണ് കാണിച്ചു തരുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഈ റോഡ് കണ്ടുകൊള്ളുക, ഈ ബിൽഡിങ് കണ്ടുകൊള്ളുക. ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിറ്റി. ഞാൻ പിന്നെ ബൈ റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോ അധികം എടുത്തു തരാം. വില്ലേജ് നമ്മൾ കണ്ടാലത് എടുക്കാൻ നമ്മൾ ഇറങ്ങും. പക്ഷേ ചൈന എന്നെല്ലാം പറഞ്ഞാൽ ഡെവലപ്പിംഗ് ആണ് കാണിക്കേണ്ടത്. നമ്മൾ മെന്നാന്ന് പോയ വില്ലേജ് പോലെ അല്ല കേട്ടോ. അത് വില്ലേജ് ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ നോർമൽ, അതായത് ഇങ്ങനത്തെ ഹൈലൈറ്റ് ആയിട്ട് ഇതാ. റൈറ്റ് സൈഡിൽ കുറേ ബിൽഡിംഗ് ഉണ്ട്. അതിനെല്ലാം ഒരു യെല്ലോ കളറാണ് ഒരു റൂഫിൻ്റെ കളർ കൊടുക്കുന്നത്. ഇനി 2.4 കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ഇതുണ്ട് ബിൽഡിങ്ങുകൾ നോക്കിയാൽ ശരിക്കും ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ആരോ ഇങ്ങനെ തൊട്ട് വെച്ച പോലത്തെ ബിൽഡിങ്. ചിലത് ഭയങ്കര ഹൈറ്റായിരിക്കും, ചിലത് ഭയങ്കര വീതിയായിരിക്കും, ചിലത് ബ്ലോക്കുകൾ കൂടുതലായിരിക്കും. അങ്ങനെ ഓരോ ബിൽഡിങ്ങും ഓരോ തരത്തിൽ. ആൾക്കാർ മുഴുവൻ താമസിക്കുന്ന ഫ്ലാറ്റുകളിലാണ്. ഇവിടെ വില്ലകൾ കുറവാട്ടോ. വില്ല എന്നുള്ളൊരു സിസ്റ്റം കുറവാണ്. എല്ലാവരും ഫ്ലാറ്റാണ് പ്രിഫർ ചെയ്യുക. ഹെങ്ഫു റോഡ്, യാങ്ഫു നമ്മൾ പോകുന്നത് യാങ്ഫു റോഡിലേക്കാണ്. ഹെങ്ഫു റോഡ്, യാങ്ഫു റോഡ്, അങ്ങനെ ഇവരെ ഭാഷയിലുള്ള കുറേ റോഡുകളുണ്ട് ഇവിടെ. ഇനി നേരെ പോയിട്ട് ഇറങ്ങണം. ഇതെല്ലാം EV വെഹിക്കിളാണ് നമ്മുടെ മുമ്പിലുള്ള മെയ്ഡ് ഇൻ ചൈന. ഡെൻസ എന്ന് പറഞ്ഞ വണ്ടി, ഒരു എയോൺ എന്ന് പറഞ്ഞ വണ്ടി മുമ്പിൽ ഓൾറെഡി ഒന്ന് പോയി. അങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ EV ഉണ്ടാ എന്ത് രസാ വണ്ടി കാണാൻ. ഇവരെ ഒരു സംഭവമാട്ടെ. ഇതിൻ്റെ എല്ലാം ഉള്ള ഭയങ്കര ഫീച്ചേഴ്സാണ്. ടെസ്ലൻ്റെ മോഡൽ വരെയുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. അത്രക്കും സാധനങ്ങൾ ചൈന ഇറക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇനി ലോകത്തൊരു വണ്ടികളും കണ്ടുപിടിക്കാനില്ല. പണ്ടെല്ലാം നമ്മൾ ജപ്പാന്, അതുപോലെ തന്നെ ഇന്ത്യ 4ാമത്തെ സ്ഥാനമാണ് വണ്ടി നിർമ്മിക്കുന്നതിൽ. ജപ്പാനും ജർമ്മനിയും എല്ലാം എനിക്കൊന്നും ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ നമ്പർ 1 ഇപ്പം ചൈനയാണ്. ചൈന നിർമ്മിക്കാത്ത വണ്ടികളില്ല. പക്ഷെ അവരെന്തുണ്ടാക്കിയാലും അത് വേറൊരു വണ്ടീൻ്റെ ഷേപ്പായി മാറും. അതിനവരെ കുറ്റം പറയാൻ പറ്റൂല. ഇപ്പം നമ്മളെ ബ്രസയും അതുപോലെ തന്നെ ടൊയോട്ടൻ്റെ വണ്ടിയിൽ ഏകദേശം ഒരുപോലെയല്ലേ കാണാൻ. ഇപ്പം ഗ്ലാൻസയും പിന്നെ ബാലനും എല്ലാം ഒരുപോലെയല്ലേ. അത് പിന്നെ മാനുഫാക്ചേഴ്സിൽ ഓരോ കമ്പനികൾ ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ മഹീന്ദ്ര താർ തന്നെ ജീപ്പ് റാംഗ്ലർ പോലെ ഉണ്ട്. അതെന്തായാലും ഒരു താരതമ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഏതൊരു വണ്ടി ഉണ്ടാക്കുമ്പോഴും. ഇയാൾ ഭയങ്കര സ്ലോ ആണല്ലോ. ഇയാളെപ്പോഴും നമ്മൾ എങ്ങനെ പോകും? കോൺസുലേറ്റർ കാണാൻ 9:30 സമയം പറഞ്ഞു. നമ്മൾ ഓടി വരുമ്പോഴത്തേക്ക് സമയം ഇത്രയും. നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്തിട്ട് കയറാം. ഒരു റോളർ കോസ്റ്ററിലൂടെ ഇറങ്ങുന്ന ഒരു ഫീലാണ് ഇതിലോട്ട് ഇറങ്ങി പോകുമ്പോൾ. നോക്ക് അറിയാതെ മരങ്ങൾ കണ്ട് ഇവർ മരത്തിൻ്റെ ഉള്ളിലൂടെ എല്ലാ റോഡിലും ഇവർ മരങ്ങൾ കൊണ്ടുവച്ചു. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഓക്കെ, നമുക്ക് നേരെ പോകണം. ഏകദേശം നമ്മൾ എത്താനായി കേട്ടോ. നമുക്ക് തോന്നുന്നത് ഈ ഒരു എപ്പിസോഡ് മുഴുവനും നിങ്ങൾ ഗോങ്ഷോയിലുള്ള ഈ റോഡുകൾ കണ്ടു. ഞാൻ എല്ലാം ഇപ്പം ബീജിംഗ് ആണെങ്കിലും ഈവു ആണെങ്കിലും പിന്നെ ഷങ്ഹായ് ആണെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലത്തിൻ്റെയും, അതായത് ചൈനൻ്റെ ഏകദേശം ഒരു 8-10 പോയിന്റിൽ നമ്മൾ പോയി. ആ പോയിന്റിലത്തെ റോഡെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ട് മരങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാട്ടെ, എന്ത് പോസിറ്റീവ് വൈബാണ്. ഓക്സിജൻ്റെ മെയിൻ സംഭവമാണ്.
വെറുതെ ഈ നാട്ടിലെ ആളുകൾ ഇത്രയും ആയുസ്സോടെ ജീവിക്കുന്നതും ചിലപ്പോൾ ഇതെല്ലാം കാരണം, ചിലപ്പോൾ നല്ല ഇത് തന്നെയാണ് കാരണം. പിന്നെ കുറേ EV വന്നതുകൊണ്ട് ഇവർക്ക് ഈ ഒരു പൊല്യൂഷനിൽ ഇവർ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. വണ്ടിനെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായിട്ടുണ്ട് അവിടെ. ഇവരെല്ലാം കുറേ EV ഇറക്കിയോണ്ട് ഇവർ കുറേ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് സംഭവം. ചൈന ഫ്യൂച്ചറിൽ ജീവിക്കുന്ന രാജ്യമാണ്. നമ്മളിപ്പം 2000 എത്തിക്കില്ല, പക്ഷേങ്കിൽ ഇവർ 2100 ഇപ്പം തന്നെ. 60 kilometers per hour speed limit camera ahead. ഇനി 1.3 കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് എടുക്കണം. In 1 kilometer, use the rightmost lane to take the exit. Take the rightmost way. ഇതുണ്ട് മാക്സിമം ഇവർ ഫ്ലവർ വെച്ചിട്ടുണ്ട് എല്ലാ റോഡിലും. ഇത് ടോളിൻ്റെ റോഡാണ് ഈ പച്ച. പക്ഷെ നമുക്ക് പിന്നെ ഇറങ്ങിപ്പോണ്ടില്ല ടോള് ആവശ്യമുണ്ടാവില്ല. Take the exit. Take the rightmost way, then in 250 meters, keep left. ഓക്കെ, നമുക്ക് എടുക്കേണ്ട എക്സിറ്റ് ഇവിടെ എത്തി. നേരെ നമ്മൾ ഇറങ്ങി പോവുകയാണ്. In ആഹാ, 250 ഇങ്ങനെ നോക്കിയോട്ടെ, ഒരു വലിയൊരു മല തന്നെ അതാ മുമ്പിൽ, West Road and Wango. മരങ്ങളുള്ള ഒരു മല. ഇവിടെ ആണെങ്കിൽ കുറേ മരങ്ങളോടുള്ള കളിയാണല്ലോ ഈ രാജ്യം. Keep left toward Lynn West Road and Wango Sport University. Then in സ്പോർട്സ് 200 യൂണിവേഴ്സിറ്റി meters, വഴിയാണ് enter നമുക്ക് the tunnel. പോകുന്നത്. In 450 ഇവിടുത്തെ meters, സ്പീഡ് keep 30. left. ഇപ്പൊ ഇവിടെ ഒരു ടണൽ കിട്ടുന്നുണ്ട്, ടണലിന്റെ അടിയിലൂട്ടിയാ പോണ്ടേ. ആഹാ, നോക്ക്, ഷാർജയിൽ ഇങ്ങനെ ചില സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലത്തെ ടണല്, അതുപോലെ തന്നെ ദുബായിലെല്ലാം തോന്നില്ലേ ടണലുകൾ കാണുമ്പോൾ ശരിക്കും ഒരു ഗൾഫ് ഫീൽ വരുവേ. ഖത്തറിലും UAE-ലെല്ലാം ഉള്ള ടണലുകളാണ് ശരിക്കും ഓർമ്മ വരാം. നമുക്ക് 200 മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം എത്തി. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത്, കാരണം ഇതിലപ്പുറത്ത് എന്താ പറയുക, ചൈനയിലെ റോഡുകൾ അല്ലെങ്കിൽ ചൈനയിലെ ഓരോ പോയിന്റുകൾ ഇനി വേറെ ആർക്കും കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ആദ്യമായിട്ടാണ് ഞാൻ എപ്പിസോഡ് നിർത്താൻ പോകുന്നത് കേട്ടോ, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ചൈനൻ്റെ റോഡുകളുള്ള ഈ ഒരു ഗോങ് ഷോൻ്റെ എപ്പിസോഡ് നമ്മൾ നിർത്താൻ പോകുന്ന. ഇനി നേരെ നമ്മൾ എംബസിയിൽ പോയിട്ട് കോൺസുലേറ്റർ മീറ്റ് ചെയ്യാൻ പോവാം.